ഹലോ everyone. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡി സി ജനറേറ്ററും അതിന്റെ ക്ലാസിഫിക്കേഷനും ആണ്. നമ്മുടെ ഡി സി എം ടി എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും പ്രോബ്ലംസും ഒക്കെ നമുക്ക് ചോദിക്കുന്ന ഒരു സെക്ഷൻ ആണ് ടൈപ്സ് ഓഫ് ഡി സി ജനറേറ്റർ എന്ന് പറയുന്നത്. ഗേറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈവൻ നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിനേഷനും അതുപോലെ തന്നെ ഗേറ്റ് അതുപോലെ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മുടെ ഡി സി മെഷീൻസിലെ ടൈപ്സ് ഓഫ് ഡി സി ജനറേറ്റർ. ഇതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ഡി സി മോട്ടർ നമുക്ക് പഠിക്കാനുണ്ട്. സോ നമ്മൾ ഇപ്പൊ നിലവിൽ പഠിക്കുന്നത് ടൈപ്സ് ഓഫ് ഡി സി ജനറേറ്റർ ആണ്. ഞാൻ ബ്ലാക്ക് ഇങ്ക് യൂസ് ചെയ്യാം, അതായിരിക്കും കുറച്ചുകൂടെ കൺവീനിയന്റ്. ഓക്കെ, സോ വാട്ട് ടൈപ്സ് ഓഫ് ഡി സി ജനറേറ്റർ. ഫൈൻ, ഒന്ന് വായിച്ചോട്ടെ, പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ, ഒന്ന് വായിച്ചോട്ടെ. ഓക്കെ, സോ types of DC generators. Types of DC generator. അതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ടൈപ്സ് ഓഫ് ഡി സി ജനറേറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഡി സി ജനറേറ്ററിനെ നമ്മൾ മെയിൻ ആയിട്ട് രണ്ട് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ബേസ്ഡ് ഓൺ എക്സൈറ്റേഷൻ എന്ന് നമ്മൾ പറയും. അതായത് സംഭവം ഇത്രേ ഉള്ളൂ, ഞാനിവിടെ എഴുതി നിങ്ങളെ കാണിച്ചു തരാം. ഫസ്റ്റ് കേൾക്കുമ്പോൾ ഒക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. കൺഫ്യൂഷൻ ഒന്നും വേണ്ട, നമുക്ക് അതൊക്കെ മാറ്റിയെടുക്കാം. ഡി സി ജനറേറ്റേഴ്സ് ആർ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ എക്സൈറ്റേഷൻ ഓഫ് ദ ഫീൽഡ് വൈൻഡിങ്. എന്താണ് എക്സൈറ്റേഷൻ ഓഫ് ദ ഫീൽഡ് വൈൻഡിങ്. ഫീൽഡ് വൈൻഡിങ്ങിനെ FW എന്ന് വിളിക്കുകയാണ്. ഫീൽഡ് വൈൻഡിങ് നമുക്ക് പെട്ടെന്ന് എഴുതാൻ വേണ്ടിയിട്ട്. സോ ഡി സി ജനറേറ്റേഴ്സ് ആർ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദ എക്സൈറ്റേഷൻ ഓഫ് ഫീൽഡ് വൈൻഡിങ്. അപ്പൊ ഇവിടെ ഈ ഒരു സെന്റൻസ് വായിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഡി സി ജനറേറ്റർ പ്രത്യേകിച്ച് ഒരു സംഭവമില്ല, ആർ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഓഫ് ദ ഫീൽഡ് വൈൻഡിങ്. എന്താ ഇതില് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവാത്തൊരു വേർഡ് എന്ന് പറയുന്നത് ഇതായിരിക്കും, എക്സൈറ്റേഷൻ എന്ന് പറയുന്ന ഒരു വേർഡ്. ഇതിന്റെ മീനിങ് മനസ്സിലായി കഴിഞ്ഞാൽ ഈ സെന്റൻസ് സിമ്പിൾ ആണ്. സോ എന്താണ് എക്സൈറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. വാട്ട് യു മീൻ ബൈ എക്സൈറ്റേഷൻ? എക്സൈറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. എക്സൈറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെഷീനിലേക്ക് നമ്മൾ എനർജി കൊടുക്കുന്ന ഒരു പ്രോസസ്, ഒരു പരിപാടി, അതിനെ മാത്രമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എക്സൈറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് the process of giving energy to the ഫീൽഡ് വൈൻഡിങ്. അല്ലെങ്കിൽ എന്താണ് നമ്മുടെ മെഷീനിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫീൽഡ് വൈൻഡിങ്ങിലേക്ക് നമ്മൾ എനർജി കൊടുക്കുന്ന ആ ഒരു പരിപാടി, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഗിവിങ് എനർജി. ഇത്രയേ ഉള്ളൂ സംഭവം. ഇതാണ് എക്സൈറ്റേഷൻ. അപ്പൊ എന്തിനാ ഇങ്ങനെ എനർജി കൊടുക്കുന്നത്? ചുമ്മാ അങ്ങ് കൊടുക്കാണോ? അല്ല. എന്തിനാണെന്ന് ചോദിച്ചെങ്കിൽ അതിനൊരു ഉത്തരം കൂടെ നമുക്ക് പറഞ്ഞേക്കാം. in order to create useful magnetic flux or magnetic field. ഓക്കെ, യൂസ്ഫുൾ ആയുള്ള ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഈ എക്സൈറ്റേഷൻ കൊടുക്കുന്നത്. ഈ യൂസ്ഫുൾ ആയുള്ള ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടല്ലോ, അതായത് ഞാനിവിടെ പറഞ്ഞല്ലോ, അതായത് നമ്മൾ ഫീൽഡ് വൈൻഡിങ്ങിലേക്ക് നമ്മുടെ മെഷീനിലേക്ക് നമ്മൾ എനർജി കൊടുക്കുന്നു. എന്തിനാണ്? ടു ക്രിയേറ്റ് എ യൂസ്ഫുൾ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ അവർ മെഷീൻ. ഈ മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ ആക്ച്വലി മെയിൻ ഫീൽഡ് ഫ്ലക്സ് എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇത് നമ്മൾ മെയിൻ ഫീൽഡ് ഫ്ലക്സ് എന്നൊക്കെ സാധാരണഗതിയിൽ പറയാറുണ്ട് കേട്ടോ. നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്കിത് പഠിക്കാം. ഈ ഫ്ലക്സിനെ നമ്മൾ പറയുന്നവരാണ് മെയിൻ ഫീൽഡ് ഫ്ലക്സ് ഓഫ് മെഷീൻ. അവിടെ മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു in order to create useful magnetic field or magnetic flux. ഒക്കെ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്ലക്സ് എന്ന് എഴുതാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഫ്ലക്സിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് മെയിൻ ഫീൽഡ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്, വിച്ച് ഈസ് ഡിനോട്ടഡ് ബൈ ഫൈ എഫ് കൊണ്ടാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, സംഭവം ഇത്രേ ഉള്ളൂ. അപ്പം ഡി സി ജനറേറ്ററിനെ നമ്മൾ എക്സൈറ്റേഷന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. എന്താണ് എക്സൈറ്റേഷൻ എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഓക്കെ, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്, ഏതൊക്കെയാണ് ആ രണ്ട് ക്ലാസിഫിക്കേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആ രണ്ട് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ നമുക്ക് ഇവിടെ എഴുതാവേ. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ്
separately excited DC generator. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. കണ്ടോ, സെപ്പറേറ്റ് DC ജനറേറ്റർ അതൊരു മെഷീന്റെ പേരാണ് അല്ലേ. എക്സൈറ്റഡ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ്. വാട്ട് യു മീൻ ബൈ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ്? എക്സൈറ്റേഷൻ അതിന്റെ മീനിങ് തന്നെയാണ് എക്സൈറ്റഡിന് വരുന്നത്. ഓക്കെ, അതിന്റെ മീനിങ് നമ്മൾ പഠിച്ചു. അപ്പൊ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവിടെ നമ്മൾ ഒരു സെപ്പറേറ്റ് വോൾട്ടേജ് സോഴ്സ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ എക്സൈറ്റേഷൻ നടത്തിപ്പിക്കുന്നു. അതായത് ഹിയർ we are using a separate voltage source for excitation of field winding. ഫീൽഡ് വൈൻഡിങ്ങിന്റെ എക്സൈറ്റേഷൻ നമ്മളിവിടെ ഒരു എന്ത് യൂസ് ചെയ്യുന്നു? ഒരു സെപ്പറേറ്റ് വോൾട്ടേജ് സോഴ്സ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെപ്പറേറ്റ്ലി എക്സൈറ്റഡ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു സെപ്പറേറ്റ് വോൾട്ടേജ് സോഴ്സ് നമ്മൾ യൂസ് ചെയ്തിട്ട് എക്സൈറ്റേഷൻ സംഭവിപ്പിക്കുന്നു. എന്താണ് എക്സൈറ്റേഷൻ എന്നുള്ള കാര്യം നമ്മളത് ഇവിടെ പറഞ്ഞു. ഇനി ഞാനത് പറയില്ല, നിങ്ങൾ വായിച്ചു നോക്കാം, മനസ്സിലാക്കുക. ഓക്കെ, സോ ഇതിപ്പോ ഒരു ക്ലാസിഫിക്കേഷൻ അല്ലേ ആയിട്ടുള്ളൂ. എക്സൈറ്റേഷന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് സെൽഫ് എക്സൈറ്റഡ് DC ജനറേറ്റർ. സെൽഫ് എക്സൈറ്റഡ് DC ജനറേറ്റർ. ഓക്കെ, സ്പെല്ലിങ്ങിലൊക്കെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കുക, നിങ്ങൾ ക്ഷമിക്കുക. കോൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കിയാൽ മതി. എഴുതുമ്പോ തെറ്റിപ്പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ സംഭവത്തിൽ എഴുതുമ്പോൾ ഇത് വരില്ല, അക്ഷരമൊന്നും കൃത്യമായിട്ട് തെളിയത്തില്ല. അതാണ് നമ്മൾ ഒരുപാട് പ്രഷർ കൊടുത്തെങ്കിലേ വരത്തുള്ളൂ, മനസ്സിലാക്കുക. അപ്പൊ എന്താ സെൽഫ് എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ച് എന്തിന്റെ വേണ്ട? സെപ്പറേറ്റ് വോൾട്ടേജ് സോഴ്സ് വേണ്ട. സെപ്പറേറ്റ് വോൾട്ടേജ് സോഴ്സിന്റെ ആവശ്യമൊന്നും ഇല്ലാതെ തന്നെ ഇത് എക്സൈറ്റ് ചെയ്യിച്ചോളൂ. അതായത് ആർമേച്ചറിലൂടെ പോകുന്ന ഒരു കറണ്ട് ഉണ്ട്, അതിന് നമ്മൾ IA ആർമേച്ചർ കറണ്ട് എന്നാണ് പറയുന്നത്. ഈ ആർമേച്ചർ കറണ്ട് മാത്രം മതി എന്ത് ചെയ്യാൻ? ഇവിടെ ഫീൽഡ് വൈൻഡിങ്ങിനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കാൻ. ഈ സെൽഫ് എക്സൈറ്റഡ് ടൈപ്പ് DC ജനറേറ്ററിനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കാൻ. എക്സൈറ്റേഷൻ എന്താന്നുള്ള കാര്യം, എക്സൈറ്റേഷൻ എന്നുള്ള വേർഡ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഈ കാര്യം ഓർക്കണം. ഓക്കെ, സോ അതിനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കാൻ ഇവിടെ ആർമേച്ചറിലൂടെ പോകുന്ന കറണ്ട് തന്നെ ധാരാളം. ഓക്കെ, നമ്മൾ പല സിനിമയിലും കണ്ടിട്ടില്ലേ, നിന്നത്തല്ല ഞാൻ തന്നെ ധാരാളം എന്നൊക്കെ പറയുന്ന പോലെ സെൽഫ് എക്സൈറ്റഡിൽ സെപ്പറേറ്റ് ആയിട്ട് വെളിയിൽ നിന്ന് ആളെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിനകത്തുള്ള ആർമേച്ചർ കറണ്ട് തന്നെ ധാരാളം ഇവിടെ ഫീൽഡ് വൈൻഡിങ്ങിനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കാം. ഓക്കെ, ഫൈൻ. സോ ഇനി നമ്മൾ എന്താണ് കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതാം. എനിക്കിപ്പോ ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് കാര്യങ്ങൾ എഴുതുകയാണെങ്കിൽ എങ്ങനെ വരും? DC ജനറേറ്റർ. ഓക്കെ, DC generators ഇത് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു എന്തിന്റെ അടിസ്ഥാനത്തിൽ? ബേസ്ഡ് ഓൺ എക്സൈറ്റേഷന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. എങ്ങനെയൊക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു? രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്ന് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC ജനറേറ്റർ. ഞാനിവിടെ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് എന്ന് മാത്രമേ എഴുതത്തുള്ളൂ, നിങ്ങൾ DC ജനറേറ്റർ എന്ന് ആഡ് ചെയ്തോളാം. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC ജനറേറ്റർ അതെന്താന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു, അത് നിങ്ങൾ നോക്കണം കേട്ടോ. ഇനി അടുത്താണ് സെൽഫ് എക്സൈറ്റഡ് DC ജനറേറ്റർ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ സെൽഫ് എക്സൈറ്റഡ് DC ജനറേറ്റർ ഉണ്ടല്ലോ, നമ്മുടെ ഈ സെൽഫ് എക്സൈറ്റഡ് DC ജനറേറ്ററിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സെൽഫ് എക്സൈറ്റഡ് DC ജനറേറ്ററിനെ ഓക്കെ, ബേസ്ഡ് ഓൺ ദ കണക്ഷൻ ഓഫ് ദ ആർമേച്ചർ വൈൻഡിങ് ടെർമിനൽ ആൻഡ് ഫീൽഡ് വൈൻഡിങ് ടെർമിനൽ. അതായത് ആർമേച്ചർ വൈൻഡിങ് ടെർമിനലും ഫീൽഡ് വൈൻഡിങ് ടെർമിനലിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, ആ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് DC ഷണ്ട് ജനറേറ്റർ, DC ഷണ്ട് ജനറേറ്റർ, പിന്നെന്താണ് DC സീരീസ് ജനറേറ്റർ, DC സീരീസ് ജനറേറ്റർ, മൂന്നാമത് വരുന്നതാണ് DC കോമ്പൗണ്ട് ജനറേറ്റർ, DC കോമ്പൗണ്ട് ജനറേറ്റർ. ഓക്കെ, ഫൈൻ. അപ്പൊ ഈ ക്ലാസിഫിക്കേഷൻ, അതായത് ഈ മെയിൻ ക്ലാസിഫിക്കേഷൻ എന്തിന്റെ അടിസ്ഥാനത്തിലാ? എക്സൈറ്റേഷന്റെ അടിസ്ഥാനത്തിലാ. ഈ ക്ലാസിഫിക്കേഷൻ എന്തിന്റെ അടിസ്ഥാനത്തിലാ? ഈ ക്ലാസിഫിക്കേഷൻ വരുന്നത് ബേസ്ഡ് ഓൺ ദ കണക്ഷൻ ഓഫ് ദ ആർമേച്ചർ വൈൻഡിങ് ടെർമിനൽ ആൻഡ് ഫീൽഡ് വൈൻഡിങ് ടെർമിനൽ.
ഈ ക്ലാസിഫിക്കേഷൻ വന്നിരിക്കുന്നത് based on the connection of armature winding terminal, ഞാൻ AWT എന്ന് വിളിക്കുന്നു, ആൻഡ് ഫീൽഡ് വൈൻഡിങ് ടെർമിനൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിങ്ങനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി വേണമെങ്കിൽ നമുക്ക് ഇവിടെ കോമ്പൗണ്ട് ജനറേറ്റർ ഉണ്ടല്ലോ, ഈ കോമ്പൗണ്ട് ജനറേറ്ററിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് ജനറേറ്റർ എന്നും ലോങ് ഷണ്ട് കോമ്പൗണ്ട് ജനറേറ്റർ എന്നും. ഓക്കെ, ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് ജനറേറ്റർ എന്നും ലോങ് ഷണ്ട് കോമ്പൗണ്ട് ജനറേറ്റർ എന്നും നമ്മൾ ബേസ്ഡ് ഓൺ ദ കണക്ഷൻസിൽ നമ്മൾ വീണ്ടും DC കോമ്പൗണ്ട് ജനറേറ്ററിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് നമ്മുടെ എന്താണ് ഇനി വരാൻ പോകുന്ന ഭാവിയിലുള്ള ക്ലാസ്സുകളിൽ നമുക്ക് കാണാം. ഇപ്പൊ നിലവിൽ നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ തരിക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, ഫൈൻ. സോ ഇനി എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചെങ്കിൽ നമ്മളിവിടെ പറഞ്ഞല്ലേ, അതായത് ആർമേച്ചർ വൈൻഡിങ് ടെർമിനലിന്റെ എന്താണ് ആർമേച്ചർ വൈൻഡിങ് ടെർമിനൽ, ഫീൽഡ് വൈൻഡിങ് ടെർമിനൽ എന്നുള്ള കാര്യം അറിയുന്നവരുണ്ടാകും, അറിയാത്തവർക്ക് നമ്മൾക്ക് പറഞ്ഞു തരാം എന്താന്നുള്ള കാര്യം നമ്മുടെ ഭാവിയിലെ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ DC ഷണ്ട് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? DC ഷണ്ട് ജനറേറ്ററിന്റെ അവിടെ നമ്മൾ എഴുതിയിട്ടുണ്ടല്ലേ, എന്താ എഴുതിയിരിക്കുന്നത്? അതായത് ഇവരെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ആർമേച്ചർ വൈൻഡിങ് ടെർമിനലിന്റെയും ഫീൽഡ് വൈൻഡിങ് ടെർമിനലിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ആർമേച്ചർ വൈൻഡിങ് ടെർമിനലും ഫീൽഡ് വൈൻഡിങ് ടെർമിനലും എങ്ങനെയാ കണക്ട് ചെയ്തേക്കുന്നതെന്ന് അറിയോ? ദ ആർമേച്ചർ വൈൻഡിങ് ടെർമിനൽ or the field winding terminal is connected across armature winding terminal. ഓക്കെ, അതായത് ഷണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എങ്ങനെയാണ് കണക്ഷൻ വരിക. ഇതിനടുത്ത് സീരീസ് ആണെങ്കിൽ എന്തായിരിക്കും സംഭവം? സിമ്പിൾ ആണല്ലേ. സീരീസ് ആണെങ്കിൽ ഫീൽഡ് വൈൻഡിങ് ടെർമിനൽ ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ആർമേച്ചർ വൈൻഡിങ് ടെർമിനൽ. ഓക്കെ, കോമ്പൗണ്ടിന്റെ കാര്യം ഞാൻ ഇനി പറയണ്ടല്ലോ. കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ സങ്കര ഇനമാണല്ലേ, അതായത് അവിടെ സീരീസും ഉണ്ട്, സീരീസ് കണക്ഷനും ഉണ്ട്, പിന്നെ എന്തുകൊണ്ട് പാരലൽ കണക്ഷനും ഉണ്ട്. അത് രണ്ടും കൂടെ വരുമ്പോഴാണ് കോമ്പൗണ്ട് ടൈപ്പ് ജനറേറ്റർ വരുന്നത്. ഓക്കെ, ഫൈൻ. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ പറയാനുള്ളത്. ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ ഇത്രയൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. സംഭവം സിമ്പിൾ ആണ്. ഇനി എന്താണ്, ഇനി നമ്മൾ നമ്മുടെ കാര്യത്തിലേക്ക് പോവാണ്. നമ്മുടെ കാര്യത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് ടോപ്പിക്, അതായത് പ്രധാനപ്പെട്ട ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് നമ്മൾ പോവാണ്. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC ജനറേറ്റർ. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC ജനറേറ്റർ. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC ജനറേറ്ററിലേക്ക് നമ്മൾ പോവാണ്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. ഇനി മുതൽ ഇങ്ങോട്ടേക്കുള്ള കാര്യങ്ങളൊക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. എന്താണ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC ജനറേറ്റർ? നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലേ, ഒരു സെപ്പറേറ്റ് വോൾട്ടേജ് സോഴ്സിന്റെ ആവശ്യകത നമുക്ക് ഇവിടെ വരും അല്ലെ. അത് നമ്മളൊന്ന് ഇവിടെ മെൻഷൻ ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ മെൻഷൻ ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കി പോവുക. ഇവിടെ എന്തായിരിക്കും? ഇൻ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC ജനറേറ്റർ there is a separate voltage source നമുക്കിവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, സോ നമുക്കിവിടെ ഫിഗർ എങ്ങനെ വരയ്ക്കാം? ഇതിന്റെ ഫിഗർ എങ്ങനെയാണെന്ന് ചോദിച്ചെങ്കിൽ സിമ്പിൾ ആണ്. ഇതിന്റെ ഫിഗർ വരയ്ക്കുക എന്ന് പറയുന്നത് മനസ്സിലാക്കിയെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വരയ്ക്കാം. ഓക്കെ, സംഭവം ഇത്രേ ഉള്ളൂ. ഇവിടെ ഞാൻ ഫിഗർ വരച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാവേ. ഇത്രയൊക്കെ മതി. ഓക്കെ, ഫൈൻ. ഇതാണ് നമ്മുടെ ഫീൽഡ് എന്ന് പറയുന്നത്.
ശ്രദ്ധിച്ചിരിക്കുക, ഇതാണ് നമ്മുടെ ഫീൽഡ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സോ ഈ ഫീൽഡ്, അതായത് ഇതിൽ ഈ ഫ്ലക്സിനെ ഞാൻ φf എന്ന് വിളിക്കുന്നു. ഈ φf ആണ് നമ്മുടെ മെയിൻ ഫീൽഡ് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഫീൽഡിലൂടെ പോകുന്ന കറണ്ടിനെ ഞാൻ എന്തെന്ന് വിളിക്കുന്നു? IF എന്ന് വിളിക്കുന്നു. ഫീൽഡ് കറണ്ട്. IF മീൻസ് വാട്ട്? ഫീൽഡ് കറണ്ട്. ഓക്കെ, സോ ഇവിടെ നമ്മളൊരു DC സപ്ലൈ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മളൊരു DC സപ്ലൈ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു DC സപ്ലൈ ആണ്. DC സപ്ലൈ. ഓക്കെ, ഇതൊരു DC സപ്ലൈ ആണ്. ഈ ഫീൽഡ് വൈൻഡിങ്ങിന്റെ റെസിസ്റ്റൻസിനെ ഞാൻ RF എന്ന് വിളിക്കുന്നു. ഫീൽഡ് വൈൻഡിങ്ങിന്റെ റെസിസ്റ്റൻസ് എന്ന് കാണിക്കാനാണ് RF. ഫീൽഡ് വൈൻഡിങ്ങിന്റെ ഫ്ലക്സ് അതാണ് φf, മെയിൻ ഫീൽഡ് ഫ്ലക്സ്. IF എന്ന് പറഞ്ഞാൽ ഫീൽഡ് വൈൻഡിങ്ങിലൂടെ ഒഴുകുന്ന കറണ്ട് എന്ന് കാണിക്കാനാണ്. ഇതാണ്, അതായത് ഈ ഒരു സാധനത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അറിയാവോ? അർമേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അർമേച്ചർ എന്ന് പറയുന്ന ഈ ഒരു സാധനത്തിനെയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫീൽഡ് വൈൻഡിങ് ടെർമിനൽ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, അതായത് സെൽഫ് എക്സൈറ്റഡിനെ ക്ലാസിഫൈ ചെയ്തപ്പോൾ ഫീൽഡ് വൈൻഡിങ് ടെർമിനലും അർമേച്ചർ വൈൻഡിങ് ടെർമിനലും ഒക്കെ എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു. സെൽഫ് എക്സൈറ്റഡ് മതി, ഇത് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ആണ്. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചതേ ഉള്ളൂ. ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ, അതിന്റെ ഫീൽഡ് വൈൻഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ ഇപ്പൊ F എന്ന് വിളിച്ചാൽ ഇതിനെ നിങ്ങൾക്ക് F' എന്ന് വിളിക്കാം. ഓക്കെ, ഫൈൻ. ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. ഇനി അർമേച്ചർ വൈൻഡിങ് ടെർമിനൽ ആണെങ്കിൽ ഇതായിരിക്കും ഇതിന്റെ അതായത് ഈ സംഭവമാണ് അർമേച്ചർ എന്ന് പറയുന്നത്. സോ ഇതാണ് ഇതിന്റെ അർമേച്ചർ വൈൻഡിങ് ടെർമിനൽ എന്ന് പറഞ്ഞാൽ, ഇത് A ആണെങ്കിൽ ഇതിനെ A' എന്ന് വിളിക്കാം, അല്ലെങ്കിൽ A1, A2, A2, നിങ്ങൾക്ക് എന്ത് വേണേ വിളിക്കാം. നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി FF', A' എന്ന് പറയണതേ ഉള്ളൂ. ഓക്കെ, ഇത് നമ്മുടെ ലോഡാണ്. അത് എന്ത് ലോഡ് വേണേ ആകാം. നമ്മൾ എന്ത് ലോഡ് കൊടുക്കുന്നു എന്നുള്ള അടിസ്ഥാനത്തിലാണ് അത് വരുന്നത്. ഇതിലൂടെ പോകുന്ന കറണ്ട് ആണ് IL. അതിനെ ഞാൻ ലോഡ് കറണ്ട് IL എന്ന് വിളിക്കുന്നു. ഓക്കെ, ഫൈൻ. ഇതിലൂടെ പോകുന്ന ആർമേച്ചറിലൂടെ പോകുന്ന കറണ്ടിനെ ഞാൻ IA എന്ന് വിളിച്ചു. ആർമേച്ചർ കറണ്ട് IA. ഫൈൻ. ഇവിടെ ഇതിനെ ക്രോസ് ഉള്ള ഈ ഒരു വോൾട്ടേജ് ഞാൻ V എന്ന് വിളിച്ചോട്ടെ. V എന്ന് വിളിക്കും. ഫൈൻ. ഇതെങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചെങ്കിൽ ഇതിന്റെ ആക്ച്വലി ഉള്ള ഫിഗർ എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെയാണ് കേട്ടോ. അതായത് ഇതിനകത്തൊരു റെസിസ്റ്ററും പിന്നെ ഒരു വോൾട്ടേജ് സോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഓക്കെ, ഇങ്ങനെയാണ് നോർമലി നമ്മൾ ഇതിനെ വരയ്ക്കുന്നത്. ഇതിനെ നമ്മൾ RA എന്നാണ് വിളിക്കുന്നത്, ആർമേച്ചർ റെസിസ്റ്റൻസ്. പിന്നെ ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സും കാര്യങ്ങളൊക്കെ. ഐ മീൻ സംഭവം ഇത്രേ ഉള്ളൂ. അതായത് നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇവിടെ EG എന്ന് പറയുന്ന ഒരു ജനറേറ്റർ വോൾട്ടേജ് ഉണ്ടാവും, RA എന്ന് പറയുന്ന റെസിസ്റ്റൻസും ഉണ്ടാവും. ഓക്കെ, ഫൈൻ. ഇവിടെ വോൾട്ടേജ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു പ്ലസ് മൈനസ് സിമ്പിളൂടെ ഞാൻ ഇവിടെ ഒന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ഫൈൻ. അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഫിഗർ എന്ന് പറയുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? when the field winding is excited by the DC supply, നമ്മുടെ ഈ DC സപ്ലൈ കൊണ്ട് നമ്മുടെ ഫീൽഡ് വൈൻഡിങ് നമ്മൾ എക്സൈറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ എക്സൈറ്റ് ചെയ്യിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഒരു സ്റ്റഡി നേച്ചർ ഉള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുന്നുണ്ട്? ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈ DC സപ്ലൈ കൊണ്ട് എക്സൈറ്റ് ചെയ്യിപ്പിച്ചപ്പോഴാണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായത് കേട്ടോ, മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ എന്താ സംഭവിക്കുക? അപ്പോ സപ്പോസ് നമ്മുടെ ഇവിടെ ഒരു ആർമേച്ചറിനെ, നമ്മുടെ ഈ ആർമേച്ചറിനെ നമ്മളിവിടെ ഒരു പ്രൈം ഓവർ കൊണ്ട് നമ്മളിവിടെ എന്ത് ചെയ്യാണ്? ഒന്ന് റൊട്ടേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കൂ. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക? പ്രൈം മൂവർ, PM എന്ന് നമുക്ക് വിളിക്കാം. പ്രൈം മൂവർ കൊണ്ട് നമ്മൾ ഇതിനെ റൊട്ടേറ്റ് ചെയ്യുകയാണ്. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക? നമുക്ക് അറിയാവുന്ന ഒരു കാര്യം ഉണ്ടല്ലേ, അതായത് ഒരു റൊട്ടേറ്റിംഗ് കണ്ടക്ടർ ഒരു സ്റ്റേഷനറി മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുകയാണെങ്കിൽ അവിടെ EMF ഇൻഡ്യൂസ് ചെയ്യും. നമ്മൾ ഫാരഡേയുടെ ലോ ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ആ EMF ആണ് EG എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, റൈറ്റ്? ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ഒരു സ്റ്റേഷനറി മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഇവിടെ നമ്മൾ, അതായത് നമ്മുടെ ഈ അർമേച്ചറിനെ നമ്മളൊരു പ്രൈം മൂവർ വെച്ചിട്ട്, നമ്മുടെ അർമേച്ചർ ഇതാണ്, ഇവിടെ ഒരു ഷാഫ്റ്റ് ഒക്കെ ഉണ്ട്. നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കും, പ്രശ്നമൊന്നും പിടിക്കണ്ട. ഇവിടെ ഒരു ഷാഫ്റ്റ് ഒക്കെ ഉണ്ട്. സോ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കും. ഇതിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണ്. അപ്പൊ എന്താ സംഭവിക്കുക? മാഗ്നറ്റിക് ഫീൽഡില് ഒരു കണ്ടക്ടർ റൊട്ടേറ്റ് ചെയ്യുന്ന എഫക്റ്റ് ആണ് വരുന്നത്.
ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കണ്ടക്ടർ റൊട്ടേറ്റ് ചെയ്യുന്ന എഫക്റ്റ് ആണ് വരുന്നത്. അപ്പോൾ ഫാരഡേയുടെ നിയമപ്രകാരം നമുക്കറിയാം, ഒരു റൊട്ടേറ്റിംഗ് കണ്ടക്ടർ സ്റ്റേഷനറി മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ അവിടെ ഒരു EMF എന്ത് ചെയ്യും, ഇൻഡ്യൂസ് ചെയ്യും. EMF ഇൻഡ്യൂസ് ചെയ്യും. ആ EMF-നെയാണ് നമ്മളിവിടെ ജനറേറ്റഡ് വോൾട്ടേജ് EG എന്ന് കാണിക്കുന്നത്. മനസ്സിലായത്? ഇവിടെ ആർമേച്ചറിലായിരിക്കുമല്ലോ ഇൻഡ്യൂസ് ചെയ്യുന്നത്. അതാണ് നമ്മളിവിടെ നേരത്തെ കാണിച്ചത് EGRA എന്ന് പറയുന്നത്. ഫൈൻ. സോ സംഭവം എന്താണ്? അണ്ടർ ദ ലോഡഡ് കണ്ടീഷൻ, നമ്മൾ ലോഡ് കൊടുക്കുന്ന കണ്ടീഷൻ, അതായത് ലോഡുള്ള കണ്ടീഷനാണിത്. നമ്മൾ ലോഡുള്ള കണ്ടീഷനാണ് ഇവിടെ അസ്യൂം ചെയ്തിരിക്കുന്നത്. ഈ ലോഡഡ് കണ്ടീഷനിൽ എന്തായിരിക്കും, നമ്മുടെ IA ആർമേച്ചർ കറണ്ട് ഫ്ലോ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അതായത് ലോഡ് ടെർമിനലിലൂടെ. ഈ IA തന്നെയാണ് IL ആയിട്ട് മാറുന്നത് അല്ലേ? അതായത് ഞാൻ ആർമേച്ചറിലൂടെ ഇറങ്ങിയപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി IA എന്നും ഇതിന് IL എന്നും വിളിച്ചു. ആക്ച്വലി ജനറലി ഫിഗറിൽ നിന്ന് തന്നെ ക്ലിയർ ആണ് IA-യും IL-ഉം സെയിം ആണെന്നുള്ള കാര്യം. ഫൈൻ. സോ നമ്മുടെ ലോഡ് കൊടുക്കുന്ന കണ്ടീഷനിൽ എന്ത് സംഭവിക്കും? IA എന്ന് പറയുന്ന സാധനം റൊട്ടേറ്റ് ചെയ്യാൻ IA എന്ന് പറയുന്ന സാധനം ലോഡ് ടെർമിനലിലേക്ക് ഫ്ലോ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും, നമ്മളെ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക? നമ്മുടെ ഫീൽഡ് വൈൻഡിങ് DC സപ്ലൈ, നമ്മുടെ ഫീൽഡ് വൈൻഡിങ് DC സപ്ലൈയുമായിട്ട് എക്സൈറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റഡി നേച്ചർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഞാൻ ഒന്നുകൂടെ പറയാണ്, DC സപ്ലൈയുമായിട്ട് എക്സൈറ്റ് ചെയ്ത സമയത്ത് ഒരു സ്റ്റഡി നേച്ചർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. അക്കോർഡിംഗ് ടു ഫാരഡേ ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, EMF എന്ത് ചെയ്തു? ഇവിടെ ഇൻഡ്യൂസ് ചെയ്തു. Okay, thereby IA flows through the load. അപ്പൊ എന്താ സംഭവിച്ചത്? ഇത്രയൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്. നമുക്ക് ഇവിടെ ഇത് വേണമെങ്കിൽ ഒരു നോട്ട് പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇവിടെ എഴുതി തരാം. അതായത് when field winding is excited with DC സപ്ലൈയുമായിട്ട് നമ്മുടെ ഫീൽഡ് വൈൻഡിങ് എക്സൈറ്റ് ചെയ്ത സമയത്ത് a steady nature of magnetic field will produce. സ്റ്റഡി നേച്ചർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അവിടെ എന്തുണ്ടായി? ഉണ്ടായി. ഓക്കെ, സോ നെക്സ്റ്റ് പോയിന്റ് എന്താ വരിക? നെക്സ്റ്റ് പോയിന്റ് നമ്മൾ ഇതിനെ, അതായത് നമ്മുടെ ഈ ഒരു ആർമേച്ചറിനെ നമ്മൾ ഒരു പ്രൈം മൂവർ കൊണ്ട് റൊട്ടേറ്റ് ചെയ്യാണ്. അപ്പൊ എന്ത് സംഭവിക്കും? അക്കോർഡിംഗ് ടു Faraday's laws of electromagnetic induction and EMF. സ്പെല്ലിംഗിൽ മിസ്റ്റേക്ക് ഉണ്ടാകും, ഞാൻ എളുപ്പം എഴുതുന്നതുകൊണ്ടാണ്. EMF induces in the generator. And thereby IA flows through the load. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഫൈൻ. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാണ്, സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC ജനറേറ്ററിൽ നമ്മളിവിടെ ഒരു സെപ്പറേറ്റ് വോൾട്ടേജ് സോഴ്സ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട് ഫീൽഡ് വൈൻഡിങ്ങിനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കാൻ. ആ സെപ്പറേറ്റ് വോൾട്ടേജ് സോഴ്സ് ആണ് DC സപ്ലൈ ആയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഫൈൻ. ഇവിടെ ഒരു സെപ്പറേറ്റ് DC സപ്ലൈ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. സോ ഈ സെപ്പറേറ്റ് DC സപ്ലൈ കൊണ്ടിട്ട് നമ്മുടെ ഫീൽഡ് വൈൻഡിങ്ങിനെ നമ്മൾ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നു. അപ്പൊ എന്ത് സംഭവിച്ചു? ഇവിടെ ഒരു സ്റ്റഡി നേച്ചർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു. സോ അക്കോർഡിംഗ് ടു ദ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, EMF എന്ത് ചെയ്യും? അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? ജനറേറ്ററിലൂടെ, അതായത് ലോഡിലൂടെ ആർമേച്ചർ കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ഓക്കെ, ഫൈൻ. അപ്പൊ ഇവിടെ നമുക്ക് വന്ന ടേമുകളൊക്കെ വേണമെങ്കിൽ ഞാൻ ഇവിടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരാം. എന്തൊക്കെ ടേമുകൾ വന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഈ സ്ലൈഡ് വെച്ചിട്ട് നോക്കിക്കോ എന്തൊക്കെയാണ് വന്നത്. ഫസ്റ്റ് നമുക്ക് വന്നതാണ് EG എന്ന് പറയുന്ന ഒരു ടേം.
EG എന്ന് പറഞ്ഞാൽ എന്താണ്? EG എന്ന് പറഞ്ഞാൽ ജനറേറ്റഡ് വോൾട്ടേജ് ഓഫ് ദ ജനറേറ്റർ. ജനറേറ്ററിലെ ജനറേറ്റ് ചെയ്ത വോൾട്ടേജിനെയാണ് നമ്മൾ EG എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ VT അല്ലെങ്കിൽ V നമ്മൾ ചെയ്തായിരുന്നു. ഫൈൻ. അതേതായിരുന്നു? അതായത് ഇത് ഈ ഔട്ട്പുട്ടിലുള്ള ഈ ഒരു വോൾട്ടേജ് അല്ലെ, അതിനെ നമ്മൾ ടെർമിനൽ വോൾട്ടേജ് എന്നാണ് നമ്മൾ പറയുന്നത്. ടെർമിനൽ വോൾട്ടേജ് എന്നാണ് നമ്മൾ പറയുന്നത്. സോ എന്താ പറയുന്നത്? ടെർമിനൽ വോൾട്ടേജ്. ഇനി വന്ന ഏതായിരുന്നു? IA എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ കണ്ടായിരുന്നു അല്ലെ. IA എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞു, ആർമേച്ചർ കറണ്ട്. ആർമേച്ചർ കറണ്ടിനെയാണ് നമ്മൾ IA എന്ന് പറയുന്നത്. RA എന്ന് പറഞ്ഞാൽ എന്തെന്നാ പറയണത്? RA എന്ന് പറഞ്ഞാൽ ആർമേച്ചർ റെസിസ്റ്റൻസ്. ആർമേച്ചർ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ RA എന്ന് പറയുന്നത്. ഇനി IF എന്ന് പറഞ്ഞാൽ എന്താണ്? IF എന്ന് പറഞ്ഞാൽ ഫീൽഡ് കറണ്ട് ആണ്. ഫീൽഡ് കറണ്ട് ആണ് IF എന്ന് പറയുന്നത്. ഓക്കെ, IF എന്ന് പറഞ്ഞാൽ ഫീൽഡ് കറണ്ട് ആണ്. ഫൈൻ. അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം? ഒന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ ഇത്രയാണ് നമുക്കിവിടെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഇനി എന്ത് ചെയ്യാം? നമുക്കിതിന് കുറച്ചധികം ഇക്വേഷൻസും കാര്യങ്ങളും കൂടെ ഉണ്ട്. സോ അതുകൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ ആ ഫിഗർ ഒന്ന് വരയ്ക്കുകയാണ്. നമുക്കറിയാം സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC ജനറേറ്റർ ആണ് നമ്മൾ നോക്കുന്നത്. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC ജനറേറ്റർ ആണ്. സോ ഇവിടെ ഒരു സെപ്പറേറ്റ് DC സപ്ലൈ നമ്മൾ കൊടുത്തു. സെപ്പറേറ്റ് DC സപ്ലൈ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എടുത്തതാ. സെപ്പറേറ്റ് DC സപ്ലൈ നമ്മൾ കൊടുത്തു. ഈ DC സപ്ലൈ ഇതിലൂടെ പോകുന്ന, അതായത് ഇതാണ് നമ്മുടെ ഫീൽഡ് വൈൻഡിങ്. അതിന്റെ റെസിസ്റ്റൻസ് RF എന്ന് നമ്മൾ വിളിച്ചു. ഫീൽഡിലൂടെ പോകുന്ന കറണ്ടിനെ ഞാൻ IF എന്ന് വിളിച്ചു. ഈ DC സപ്ലൈ ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്മുടെ ഈ ഫീൽഡ് വൈൻഡിങ്ങിനെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? അവിടെ ഒരു സ്റ്റഡി നേച്ചർ ഉള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്തു. സ്റ്റഡി നേച്ചർ ഉള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്തു. ദാറ്റ് ഈസ് Φf. അതിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? Φf എന്ന് വിളിച്ചു. ഇനി എന്താണ് അവസ്ഥ? ഇനി നമ്മളിവിടെ നമ്മുടെ ജനറേറ്റർ ഒക്കെ ഉണ്ട്. നീലമഷിയായിരുന്നു ഉപയോഗിക്കുന്നത്. നമ്മളിത് ഇവിടെ നമ്മുടെ ജനറേറ്ററും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. നമ്മുടെ ലോഡാന്ന് വിചാരിച്ചോടോ. നമ്മുടെ ലോഡാണ്. ഫൈൻ. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇതിലൂടെ എന്ത് പോകുന്നുണ്ട്? IA എന്ന് പറയുന്ന ഒരു കറണ്ട് ഇതിലൂടെ ഒഴുകുന്നുണ്ട്. ഇതിലൂടെ IL എന്ന് പറയുന്ന ഒരു കറണ്ട്, അതായത് ലോഡിലേക്ക് പോകുന്ന കറണ്ടാണ് IL എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പറയുന്നതാണ്. IL എന്ന് പറയുന്ന ഒരു കറണ്ട് ഒഴുകുന്നുണ്ട്. ഇവിടെ ടെർമിനലിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ടെർമിനൽ വോൾട്ടേജ് ഉണ്ട്. ടെർമിനൽ വോൾട്ടേജ് നമുക്ക് VT അല്ലെങ്കിൽ V എന്ന് നിങ്ങൾക്ക് വിളിക്കാം, എന്ത് വേണേ വിളിക്കാം. ഫൈൻ. സോ ഇവിടെ എന്തുണ്ട്? ഇവിടെ EG എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് സോഴ്സും കൂടെ ഉണ്ട്. EG ഇതിനകത്ത് ജനറേറ്റ് ചെയ്ത ഒരു വോൾട്ടേജ്. ഓൾസോ ഇവിടെ ഒരു RA എന്ന് പറയുന്ന ഒരു റെസിസ്റ്റർ കൂടെ ഉണ്ട്. ഫൈൻ. സോ നമ്മളിവിടെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ എഴുതാൻ വേണ്ടി പോവാണ്. എന്താണെന്ന് ചോദിച്ചെങ്കിൽ കുറച്ചധികം ഇക്വേഷൻസ് നമുക്കിവിടെ വേണം. എന്താണ്? ഫസ്റ്റ് ഇക്വേഷൻ ആണ് നമ്മൾ പറയുന്നത് കറണ്ട് ഇക്വേഷൻ. എന്താണ്? കറണ്ട് ഇക്വേഷൻ. ഓക്കെ, ഫിഗറിൽ നിന്ന് തന്നെ ക്ലിയർ ആണല്ലേ? IAയും ILഉം ഈക്വൽ ആണ്. IA is equal to IL. IAയും ILഉം ഈക്വൽ ആണ്. Which is equal to, we know that പവർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇക്വേഷൻ അറിയാം, V into I. ആ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് I എങ്ങനെ എഴുതാം?
ഐ എസ് ഈക്വൽ ടു പി ബൈ വി. സോ ഇവിടെ നമ്മൾ ഐ എസ് ഈക്വൽ ടു ഐ എല്ലിനെ എഴുതുന്നത് ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ ടെർമിനൽ വോൾട്ടേജ്. ഫൈൻ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ അതിനായിട്ട് ഇവിടെ നമ്മൾ KVL അപ്ലൈ ചെയ്യും. ഓക്കെ, KVL നമ്മളിവിടെ അപ്ലൈ ആണ്. KVL നമ്മൾ ഈ ഒരു ലൂപ്പിൽ മാത്രമേ നമ്മളിവിടെ KVL അപ്ലൈ ചെയ്യുന്നുള്ളൂ. സെക്കൻഡ് ലൂപ്പിൽ നിങ്ങൾ KVL അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? EG is equal to, ഇതിനെ നമ്മൾ വോൾട്ടേജ് ഇക്വേഷൻ എന്നാണ് പറയുന്നത്. അതായത് ഈ എഴുതുന്നതിന് നമ്മൾ പറയുന്ന പേര് വോൾട്ടേജ് ഇക്വേഷൻ എന്നാണ്. വോൾട്ടേജ് ഇക്വേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. സോ ഇവിടെ നമ്മൾ KVL അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? EG is equal to VT plus IARA എന്ന് വരും. ശരിയല്ലേ? EG ഇങ്ങനെ നിങ്ങൾ KVL അപ്ലൈ അറിയാലോ. EG is equal to ഈ IARA എങ്ങനെയാ വന്നത്? RA എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞു ഈ സാധനത്തിന്റെ അകത്ത് ഇങ്ങനെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ എടുക്കാൻ. അപ്പൊ ഇതിന്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ R ആണ്, RA ആണ്. ഇതിലൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്ന IA ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ IARA വന്നത്. ഇതിനകത്തൊരു എന്തുണ്ട്? ഒരു വോൾട്ടേജും ഉണ്ട്. ജനറേറ്റ് ചെയ്ത വോൾട്ടേജ് ആണ്. അത് നമ്മൾ EG എന്ന് വിളിച്ചു. സോ EG is equal to VT plus IARA എന്ന് വന്നു. ഫൈൻ. ഇങ്ങനെ കയറുമ്പോൾ EG പ്ലസ് ആണ്, VT എന്ന് പറയുന്നത് ഇങ്ങനെ കറങ്ങി വരുമ്പോൾ മൈനസ് ആണ്. ഇത് നിങ്ങൾക്ക് അറിയാലോ, KVL അറിയാലോ. ആ KVL അതുപോലെ നമ്മൾ എന്ത് ചെയ്തു? വെച്ചു. ഇവിടെ നമുക്ക് അറിയാത്തൊരു കാര്യം കൂടെ ഉണ്ട്. അതാണ് ബ്രഷ് ഡ്രോപ്പ് എന്ന് പറയുന്നത്. ബ്രഷ് വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയും. ബ്രഷ് ഡ്രോപ്പ്. ഓക്കെ, ആക്ച്വലി ഈ ബ്രഷ് ഡ്രോപ്പ് എന്ന് പറയുന്നത് ഈ ബ്രഷ് ഡ്രോപ്പ് എന്ന് പറയുന്നത് വെരി 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 സ്മോൾ ആണ്. ഓക്കെ, ആക്ച്വലി ഇത് വെരി വെരി സ്മോൾ ആണ്. വെരി വെരി സ്മോൾ ആയിട്ടാണ് വരാറ്. ഓൾമോസ്റ്റ് ഒരു എത്രയാ പറയാ, ഓൾമോസ്റ്റ് ഒരു 1 വോൾട്ട് പെർ ബ്രഷ് ഒക്കെ വരത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ഇയാളെ സാധാരണ രീതിയിൽ നെഗ്ലക്ട് ചെയ്ത് വിടാറാണുള്ളത്. ഇയാളെ അത്ര ചെറുതായതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ എഴുതാറില്ല. സോ നമ്മൾ ജനറലി EG is equal to VT plus IARA എന്നേ നമ്മൾ പറയാറുള്ളൂ. ഫൈൻ, ഇത്രേ നമ്മൾ എഴുതാറുള്ളൂ. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇതിനെയാണ് ഇതിന്റെ കറണ്ട് ഇക്വേഷൻ, ഇതാണ് ഇതിന്റെ വോൾട്ടേജ് ഇക്വേഷൻ, ഇതിന്റെ സെപ്പറേറ്റ്ലി എക്സൈറ്റ് ചെയ്യേണ്ട വോൾട്ടേജ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് പവർ ഇക്വേഷൻ ആണ്. അത് ഞാൻ ഇവിടെ എഴുതുവാണ്. മൂന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്ന പവർ ഇക്വേഷൻ ആണ്. സോ പവർ ഇക്വേഷനിലേക്ക് നമ്മൾ പോവാണ്. പവർ ഇക്വേഷൻ, വാട്ട് ഡു യു മീൻ ബൈ പവർ ഇക്വേഷൻ? പവർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, പവർ ഡെവലപ്ഡ് ഇൻ ദ ആർമേച്ചർ. ഇതാണ് നമ്മുടെ ആർമേച്ചർ എന്നുള്ള കാര്യം നമുക്കറിയാം. ദിസ് ഈസ് അവർ ആർമേച്ചർ, റൈറ്റ്? സോ ഈ ആർമേച്ചറിൽ ഉണ്ടാകുന്ന പവർ, അതിനെയാണ് പവർ ഡെവലപ്ഡ് ഇൻ ആർമേച്ചറിനെ നമ്മൾ ആർമേച്ചറിലുള്ള വോൾട്ടേജ്, ജനറേറ്റഡ് വോൾട്ടേജ് ഇൻറ്റു ആർമേച്ചറിലൂടെ പോകുന്ന കറണ്ട്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് ഈ ഇക്വേഷൻ ആണ്. അതായത് ജനറൽ ആയിട്ടുള്ള ഈ ഇക്വേഷൻ. ഇവിടെ നമ്മൾ ഉപയോഗിച്ച ഈ ജനറൽ ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ ഈ ഇക്വേഷൻ കണ്ടുപിടിച്ചത്. ഓക്കെ, ഫൈൻ. ഇത്രയാണ് ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇപ്പൊ തന്നെ വീഡിയോയുടെ ലെങ്ത് ഏറെക്കുറെ ആയി, അതുകൊണ്ട് നമുക്കിവിടെ കൊണ്ട് വീഡിയോ അവസാനിപ്പിക്കാം. വേണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറയാമായിരുന്നു. തൽക്കാലം ഇത്രയും മതി സെപ്പറേറ്റ്ലി എക്സൈറ്റ് ചെയ്യേണ്ട കാര്യത്തിൽ. ഓക്കെ, താങ്ക് യു. മതി, നിൽക്കൂ വീഡിയോ.